പുറത്തും നിരവധി ആരാധകരുള്ള ഒരാളാണ് റാപ്പർ കൂടിയായ വേടൻ. കുട്ടികളും സ്ത്രീകളും യുവാക്കളും അടക്കം നിരവധി പേർ വേടനെ ആരാധിക്കുന്നുണ്ട്. സമീപകാലത്ത് നിരവധി വിവാദങ്ങളിൽപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആരാധക വൃത്തങ്ങളിൽ വലിയ ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ലൈംഗിക പീഡന ആരോപണങ്ങൾക്ക് മുമ്പ് ലഹരി ഉപയോഗം സംബന്ധിച്ച വിവാദങ്ങളായിരുന്നു വേടനെ ബാധിച്ചിരുന്നത്. ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്ന് കഞ്ചാവ് വലിക്കുമ്പോഴാണ് വേടനും സംഘവും പിടിയിലായതെന്ന് ഉറപ്പിച്ച് പറഞ്ഞ് പോലീസ് കുറ്റപത്രം കോടതിയിലെത്തി. വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരായ കുറ്റപത്രം സർക്കാർ സമ്മർദ്ദത്തിൽ ആവിയാകുമെന്ന പ്രതീതി നിലനിൽക്കവെയാണ് അന്വേഷണം പൂർത്തിയാക്കി തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. പോലീസ് സംഘം എത്തുമ്പോൾ വേടന്റെ ഫ്ളാറ്റിലെ ഹാൾ നിറയെ പുകയും രൂക്ഷഗന്ധവും ഉണ്ടായിരുന്നു. ബീഡിയിൽ നിറച്ചും ഇവർ കഞ്ചാവ് വലിച്ചു. ലഹരി വാങ്ങിയത് ചാലക്കുടിയിലെ കച്ചവടക്കാരൻ ആഷിക്കിൽ നിന്നാണെന്നും ആ കുറ്റപത്രത്തിൽ പറയുന്നു. 6 ഗ്രാം കഞ്ചാവും 9.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണുകളുമാണ് കഴിഞ്ഞ ഏപ്രിലിൽ പോലീസ് പിടിച്ചെടുത്തത്. തൊട്ടു പിന്നാലെ പുലിപ്പല്ല് ലോക്കറ്റിന്റെ പേരിൽ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തതോടെ ചിത്രമാകെ മാറി. ദളിത് രാഷ്ട്രീയം പാടുന്ന ചെറുപ്പക്കാരനെ വേട്ടയാടുകയാണെന്ന് ഉയർന്ന ആരോപണങ്ങളെ CPM സെക്രട്ടറി അടക്കം പിന്തുണച്ചതോടെ ഉദ്യോഗസ്ഥർ വെട്ടിലായി. ഇതോടെ വേടന്റെ ഗ്രാഫ് ഉയർന്നെങ്കിലും പിന്നാലെ പീഡനക്കേസ് വന്നതോടെയാണ് കൈയയച്ച് പിന്തുണയ്ക്കാൻ ആർക്കും കഴിയില്ലെന്ന സ്ഥിതിയായത്. തുടർച്ചയായി കേസുകൾ എടുക്കുകയും വേഗത്തിൽ നടപടി സ്വീകരിക്കുകയും ചെയ്ത അന്വേഷണ സംഘത്തിന്റെ നീക്കം മറ്റു ചില ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. വേടനെ ഒതുക്കാൻ ചിലർ ബോധപൂർവം കളിക്കുന്നു എന്നായിരുന്നു വിമർശനം. പുലിനകം കേസ് അനാവശ്യമായി എടുത്തതാണെന്ന വിമർശനവും ഉയർന്നു. വേടൻ കോഴിക്കോടും കൊച്ചിയിലും വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു യുവ ഡോക്ടറുടെ പരാതി. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിൽ ഇപ്പോൾ പരാതി നൽകുന്നത് വേടനെതിരായ നീക്കങ്ങളുടെ ഭാഗമാണ് എന്ന പ്രചാരണവും ഉണ്ടായി. 3 കേസിലും വേടന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാമെന്നുമാണ് വിഷയത്തിൽ വേടൻ പ്രതികരിച്ചത്. RSS വിരുദ്ധ നിലപാടാണ് വേടൻ സ്വീകരിക്കുന്നത്. പിന്നോക്ക വിഭാഗത്തിലെ രാഷ്ട്രീയമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഇതാണ് വേടനെതിരായ നീക്കങ്ങൾക്ക് കാരണമെന്നും വിമർശനം ഉയർന്നിരുന്നു. വേടന് പിന്തുണ നൽകി ചിലർ രംഗത്ത് വന്നിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയായിരുന്നു സീരിയൽ താരം കൂടിയായിരുന്ന പ്രിയങ്ക. ടെലിവിഷൻ ഷോകളിലും സിനിമകളിലും സീരിയലുകളിലും ഒക്കെ ഭാഗമായിരുന്നു ഇവർ. ഇപ്പോഴും അഭിനയത്തിൽ പ്രിയങ്ക സജീവമാണ്. എന്നാൽ സധൈര്യം ഏത് വിഷയത്തിലും തന്റെ അഭിപ്രായം തുറന്നു പറയുന്ന വ്യക്തി കൂടിയാണ് പ്രിയങ്ക, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൂടെ. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രിയങ്ക മനസ്സ് തുറന്നത്. വേടനെ കുറിച്ചും ഇപ്പോഴത്തെ കാലത്തെ കുടുംബ ജീവിതത്തെ കുറിച്ചും ഒക്കെയാണ് അവർ മനസ്സ് തുറന്നത്. വേടൻ നല്ലൊരു മനുഷ്യനാണ്, എന്റെ കാഴ്ചപ്പാടിലാണ് പറയുന്നത്. അവൻ വളരെ കഷ്ടപ്പെട്ട് ഓരോ പാട്ടെഴുതി പതുക്കെ പതുക്കെ കയറി വന്നവനാണ്. ആ സമയത്ത് ഏതോ ഒരു പെണ്ണ് ആരോപണവുമായി വരുന്നത്. ആരോപണമൊക്കെ ആർക്കും നേരിടേണ്ടി വരും. 5 വട്ടം ബലാത്സംഗം ചെയ്തുവെന്ന് എങ്ങനെയാണ് പറയുക? അതൊന്നും ഒരിക്കലും നടക്കില്ല. ഇപ്പോൾ ആ കേസൊക്കെ എവിടെ എത്തി? അത്രയേ ഉള്ളൂ കാര്യം. വേടന് ഫുൾ സപ്പോർട്ട് തന്റെ വക ഉണ്ടാകുമെന്നും പ്രിയങ്ക പറഞ്ഞിരുന്നു. വേടനെതിരായ ബലാത്സംഗ പരാതിയിൽ കോടതിയും പരാതിക്കാരിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ളൊരു ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നായിരുന്നു പരാതിക്കാരിയോട് ഹൈക്കോടതിയുടെ ചോദ്യം. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തെ ബലാത്സംഗമായി ചിത്രീകരിക്കരുതെന്നും ഹൈക്കോടതി ആവർത്തിച്ചിരുന്നു. സുപ്രീം കോടതി വിധിയെ പരാതിക്കാരിയുടെ അഭിഭാഷക വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല എന്നായിരുന്നു ഹൈക്കോടതി ഉയർത്തിയ മറ്റൊരു വിമർശനം.